പൈത്തൺ ഉപയോഗിച്ച് ഗ്രാഫിക് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ഫോർ ലൂപ്പ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. എന്തിനാണ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്? നമുക്ക് ആദ്യം ഫോർ ലൂപ്പ് ഇല്ലാതെ ഒരു ഫയൽ ചെയ്തു നോക്കാം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്റർ അടിക്കുന്നു. ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്പ് ഇല്ലാതെ ഒരു ചതുരം നിർമ്മിക്കുക എന്നതാണ്. FD 100 എന്ന് കൊടുക്കുന്നു, RT 90 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ചതുരത്തിന്റെ ഒരു വശം മാത്രമാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് പരിശോധിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ സേവ്, ഒരു പേര് കൊടുക്കുന്നു, .py എന്ന എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നു. ഇനി ഇത് പ്രവർത്തിപ്പിക്കുന്നു. പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്ത ആദ്യത്തെ നിർദ്ദേശം അനുസരിച്ച് ഗ്രാഫിക് വരച്ചു വന്നിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്തു നോക്കാം. ഇവിടെ ഒരു വശത്തിന്റെ നീളമാണ് കൊടുത്തത്, അതുകൊണ്ട് ഒരു വശം വരച്ചു വന്നു. പിന്നീട് 90 ഡിഗ്രി തിരിയാനുള്ള നിർദ്ദേശം കൊടുത്തു. എന്നാൽ ചതുരത്തിൽ 4 വശങ്ങളുണ്ട്, അതുകൊണ്ട് ഇതിനെ കോപ്പി ചെയ്യുന്നു. 4 വശങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിനെ കോപ്പി ചെയ്തിട്ട് വീണ്ടും 4 വട്ടം പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ 2 വശമായി. ഇനി 2 വശത്തെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ 4 വശമായി കഴിഞ്ഞു. ഇനി ഇതിനെ സേവ് ചെയ്യുന്നു. ഫയൽ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. പ്രവർത്തിപ്പിച്ചു നോക്കുന്നു. റൺ മൊഡ്യൂൾ. ഇപ്പോൾ ചതുരം പൂർത്തിയായി കഴിഞ്ഞു. ഇത് ഫോർ ലൂപ്പ് ഇല്ലാതെ ചെയ്തതാണ്. ഇനി നമുക്ക് ഇതേ കാര്യം ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്തു നോക്കാം. ഇതുവരെ ചെയ്ത കാര്യങ്ങളെ ക്ലിയർ ചെയ്യുവാൻ വേണ്ടി ക്ലിയർ എന്ന് കൊടുക്കുന്നു. ഇനി ഇവിടെ രണ്ടാമത് വരയ്ക്കുന്ന ചതുരത്തെ തിരിച്ചറിയാൻ വേണ്ടി അതിന് വേറൊരു കളർ കൊടുക്കുന്നു. അതുപോലെ സൈസ് കൂട്ടിക്കൊടുക്കുന്നു. അടുത്തതായിട്ട് ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണ്. ഫോർ I in range എന്ന് കൊടുത്തു. ഇവിടെ റേഞ്ചിന് 4 എന്ന നമ്പർ കൊടുത്തു. അതിനുശേഷം കോളൻ ചിഹ്നം കൊടുക്കുന്നു. ഇവിടെ റേഞ്ച് 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം 0 മുതൽ 3 വരെയുള്ള സംഖ്യകൾ എന്നാണ്. അതായത് ചതുരത്തിന്റെ ഒന്നാമത്തെ വശം 0, രണ്ടാമത്തെ വശം 1, മൂന്നാമത്തെ വശം 2, നാലാമത്തെ വശം 3, അങ്ങനെ 4 വശങ്ങൾ കിട്ടും. 4 എന്ന് കൊടുത്തു. ഇനി എന്റർ കീ അമർത്തുന്നു. എന്റർ കീ അമർത്തുമ്പോൾ കർസർ വന്നു നിൽക്കുന്ന സ്ഥാനം ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഇതുപോലെയായിരിക്കും കർസർ വന്നു നിൽക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഒരു ടാബ് സ്പേസ് മാറിയിട്ടായിരിക്കും കർസർ വന്നു നിൽക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തെറ്റിയിട്ടുണ്ടാകും. പരിശോധിച്ചിട്ട് വേണം അടുത്ത സ്റ്റെപ്പുകൾ ചെയ്യുക. FD ഫോർവേഡിന് പകരം FD എന്ന് ചുരുക്കി എഴുതി 150 കൊടുത്തു. ഇപ്പോഴും എന്റർ അടിച്ചപ്പോൾ മൗസ് പോയിന്റർ വന്നു നിൽക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു ടാബ് പൊസിഷൻ വിട്ടിട്ടാണ്. ഇനി അവിടെ RT എന്ന് കൊടുത്തു. RT ചതുരമായതുകൊണ്ട് 90. എന്ന് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് പരിശോധിച്ചു നോക്കാം.
ഫയൽ സേവ് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യത്തെ ചതുരം കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ കൊടുത്ത പ്രത്യേകതയ്ക്ക് അനുസരിച്ചിട്ട് ചതുരം വരച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ വന്നിട്ടുണ്ടാകും. ഇനി ഇവിടെ ഐ എന്ന് കൊടുത്തത് അതൊരു ചരമാണ്. അതിന് ഐ എന്ന് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും മാറ്റി കൊടുത്തു നോക്കാം. ഇവിടെ ഞാനിപ്പോൾ എന്റെ പേര് തന്നെ കൊടുക്കുന്നു. ഇനി സേവ് ചെയ്യുന്നു. വീണ്ടും പ്രവർത്തിപ്പിച്ചു നോക്കുന്നു. റൺ മൊഡ്യൂൾ. ചെയ്ത പ്രോഗ്രാമിന് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ചതുരം കൊടുത്തതിനു പകരം ഒരു വൃത്തം കൊടുത്തു നോക്കിയാലോ? അതിനിവിടെ സർക്കിൾ എന്ന് കൊടുക്കുന്നു. അതിന്റെ റേഡിയസ് എത്രയെന്ന് കൊടുക്കുന്നു. റേഡിയസ് 60 എന്ന് കൊടുത്തു. ഇപ്പോൾ ഇവിടെ കൊടുത്തതനുസരിച്ച് സേവ് ചെയ്യുകയാണെങ്കിൽ 4 വൃത്തങ്ങൾ വരച്ചു വരും. അതായത് ഇവിടെ കൊടുത്ത റേഞ്ചിൽ കൊടുത്തിട്ടുള്ള 4 എന്നുള്ളത് അനുസരിച്ചിട്ട് 4 വൃത്തങ്ങൾ വരുന്നതായിരിക്കും. നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. സേവ് ചെയ്യുന്നു. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. 1 2 3 4 4 വൃത്തങ്ങൾ വരച്ചു വന്നു. എന്നാൽ ഇവിടെ വൃത്തത്തിന് റൊട്ടേഷൻ കൊടുക്കാത്തത് കൊണ്ട് 4 വരകളും ഒരേ സ്ഥലത്ത് തന്നെയാണ് വന്നത്. നമുക്കിവിടെ ഒന്ന് റൊട്ടേഷൻ കൊടുത്തു നോക്കാം. തൊണ്ണൂറ് എന്ന് കൊടുത്തു. 90 × 4 360 ആണ്. ഇപ്പൊ 90 എന്ന് കൊടുത്തു. ഫയൽ സേവ് ചെയ്യുന്നു. പ്രവർത്തിപ്പിച്ചു നോക്കുന്നു. റൺ മൊഡ്യൂൾ. 1 2 3 4. ഇനി ഈ വൃത്തങ്ങളുടെ എണ്ണം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ റൊട്ടേഷൻ 6 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ റേഞ്ച് അതിനനുസരിച്ച് വർദ്ധിപ്പിക്കേണ്ടി വരും. 60 കൊടുക്കുന്നു. എന്നാലേ 360 കിട്ടുകയുള്ളൂ. 60 എന്ന് കൊടുത്തു. 6 × 6 36. ഇവിടെ 0 ഉള്ളതുകൊണ്ട് 360. 60 എന്ന് കൊടുത്തു. ഫയൽ സേവ് ചെയ്യുന്നു. ഇനി പ്രവർത്തിപ്പിച്ചു നോക്കുന്നു. റൺ മൊഡ്യൂള്. ഇപ്പോൾ ഇങ്ങനെ വൃത്തങ്ങൾ അതനുസരിച്ച് കൂടുതൽ വരയ്ക്കപ്പെടുന്നതാണ്. നമുക്ക് ചെറിയൊരു എഡിറ്റിംഗ് കൂടി നടത്തി നോക്കാം. പെൻ സൈസ് 5 എന്നുള്ളത് കുറച്ചു 2 എന്നാക്കി. ഇതിന്റെ അവസാനം വരെ കാത്തിരിക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കും. അതിനുവേണ്ടി സ്പീഡ് എന്ന് ടൈപ്പ് ചെയ്തു. സ്പീഡ് 20 എന്ന് കൊടുത്തു. ഇനി സേവ് ചെയ്യുന്നു. ഫയൽ സേവ്. പ്രവർത്തിപ്പിച്ചു നോക്കുന്നു. റൺ മൊഡ്യൂൾ. ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതനുസരിച്ചിട്ട് പാറ്റേൺ നിർമ്മിച്ചു വന്നിട്ടുണ്ട്. മറ്റൊരു എഡിറ്റിംഗ് കൂടി ചെയ്തു നോക്കാം. ഇവിടെ വീണ്ടും ഒരു FD എന്ന് കൊടുക്കുന്നു. എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. FD എന്ന് കൊടുത്തു. ഒരു 10 എന്ന് കൊടുക്കുന്നു. ഇനി ഫയൽ സേവ് ചെയ്യുന്നു. പ്രവർത്തിപ്പിച്ചു നോക്കുന്നു. റൺ മൊഡ്യൂൾ. അപ്പോൾ ഇവിടെ റേഡിയസ് 10 ന് പകരം 5 ആക്കുന്നു. 5 എന്നാക്കി ഫയൽ സേവ് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അതനുസരിച്ചിട്ട് വൃത്തത്തിന്റെ അളവ് വ്യത്യാസം വന്നിരിക്കുന്നു.